കുളിപ്പിച്ചില്ലാണ്ടാക്കുവോ? ഇന്ന് രാവിലെ ഒരാൾ കഴിക്കാത്തതുകൊണ്ട് നമ്മളെ ഗ്രീൻ പീസ് കറി വേസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേസ്റ്റാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞു തരാം, കഴിക്കാനും എന്താണെന്നൊക്കെ. പക്ഷേ നമ്മൾ ഇതുപോലെ കറി ബാക്കി വരുമ്പോൾ നമ്മളെപ്പോലെ സ്ത്രീകൾ എന്താ ചെയ്യല്, ഇതുപോലൊരു കോപ്പ എടുത്തിട്ട് വരും. എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ പകർത്തിയിട്ട് വെച്ചിട്ട് നല്ല സുരക്ഷിതമായിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റ് ആയിട്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കും. എന്നിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മളെ കൈ കൊണ്ട് എടുത്തിട്ട് ആ കറി അങ്ങോട്ട് എടുത്തിട്ട് വേസ്റ്റ് ബോക്സിലൊക്കെ തട്ടും. ഇതല്ലേ ശരിക്കും നടക്കുന്നൊരു സംഭവം. അപ്പോൾ ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാവരും പറയണേ. അപ്പോൾ ഇതുപോലെ ഉള്ളിയൊക്കെ ഇതുപോലെ കഷ്ണം കഴിച്ചിട്ട് ഒരാൾ വെച്ചിട്ട് ഇവിടെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഗ്രീൻ പീസ് കറി ബാക്കി വരാനുള്ള കാരണം, രാവിലെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ കുറച്ച് ഒട്ടക്കിലാണ്. കാരണം ഞങ്ങൾ തമ്മിൽ ഒന്ന് തെറ്റിയിട്ടാണല്ലോ. വലിയ തെറ്റിലൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളെ തെറ്റൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു തെറ്റലിന് പുറമേ വന്നൊരു കറിയാണ് ഈ ചെമ്മീൻ ഫ്രൈ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ദോശയും ഗ്രീൻ പീസ് കറിയുമാണ് ഞാൻ ആക്കിയത്. അപ്പോൾ ഗ്രീൻ പീസ് കറിയും ദോശയും തമ്മിലൊരു കോമ്പി ഇല്ല എന്നുള്ള പ്രതിഷേധം പറഞ്ഞുകൊണ്ട് പുള്ളി ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ട് ഇരുന്ന് കളഞ്ഞു. പിന്നെ എനിക്ക് ഉള്ളതൊന്നും പറയണ്ടല്ലോ, എൻ്റെ എല്ലാം നല്ലോണം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് വെള്ളച്ചെമ്മീൻ്റെ 5-6 ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞങ്ങൾ നന്നാക്കിയിട്ടേ, ഇതിനകത്ത് പച്ചലയോ അതെങ്ങനെയോ വന്നതാണ്. അപ്പോൾ അതെടുത്ത് നന്നാക്കി ഞാൻ അങ്ങനെ ഒരു ഫ്രൈ ആക്കി കൊടുത്തു. അങ്ങനെയാണ് ആ ചെമ്മീൻ അവിടെ ഫ്രൈ വരാനുള്ള കാരണം. എന്നിട്ട് ഞാൻ വെച്ച് നത്തൽ കറി വെക്കാമെന്ന് കരുതിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് ചിക്കൻ മേടിക്കാമെന്ന്. അങ്ങനെ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പച്ച മാങ്ങ കേട്ടോ, എനിക്ക് മുബീന അപ്പുറം തന്നതാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ വരാൻ വേണ്ടി നിന്ന സമയത്താണ് ഉള്ളി നന്നാക്കി വെച്ചും കൊണ്ട് അവയപ്പെണ്ണ ഒറ്റക്കരി നന്നാക്കി വെച്ച് അങ്ങനെ ഇതുപോലെ മുറിച്ചൊക്കെ വെച്ച കേട്ടോ. എന്നിട്ട് വെളുത്തുള്ളി ഉണ്ടായിട്ടില്ല. അപ്പോൾ വെളുത്തുള്ളി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുള്ളി മല്ലിച്ചപ്പൊക്കെ മേടിക്കാൻ വേണ്ടി പുള്ളി തന്നെ പോയിക്കാണ്. പക്ഷേ ഞങ്ങൾ ഉടക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും വരണം ഒച്ചയൊക്കെ കേൾക്കുന്നത്. ഞാൻ മെല്ലെ നൈസായിട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചത് അവയപ്പോൾ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പുള്ളി വന്ന് എൻ്റെ അടുത്ത് ചിക്കനൊക്കെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. വലിയൊരു അടിയല്ലെങ്കിലും ചെറിയൊരു മൗനത്തിലാണ് ഞങ്ങളിങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നല്ല മൂടി തന്നെയാണ്. ഞാൻ പറഞ്ഞു ഷർട്ട് ഊരണ്ട, നമുക്ക് വ്ളോഗ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഞാനില്ല വ്ളോഗിലൊന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്കാട്ടോ. അങ്ങനെ ഷർട്ട് ഊരാൻ തുടങ്ങി. അപ്പം ഞാൻ കുറേ നിർബന്ധിച്ചു വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നല്ല മൂഡിലായിരുന്നു, പക്ഷേങ്കിൽ എൻ്റെ മൂടൊക്കെ നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഭ്രാന്ത് പിടിക്കും. അപ്പം ഞാൻ തെറ്റിയാൽ പിന്നെ ഞാനിങ്ങനെ മുഖം ഇങ്ങനെ വണ്ണം വെപ്പിച്ച് വീർപ്പിച്ച് വെച്ച് കെട്ടിയിരിക്കും കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞില്ല ഞാൻ നിൽക്കുന്നില്ല, നീ എന്താ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ എടുത്തിട്ട് നല്ല വെള്ളത്തിലേക്ക് ഇട്ട് കഴുകിയെടുക്കാമെന്നുള്ള ഭാഗത്തിൽ ഞാൻ നിന്ന് എന്തെങ്കിലും ആവട്ടെ, ഇനി എൻ്റെ മോന്ത മാത്രം വെച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ മോന്തൻ്റെ അവസ്ഥ. ശരിക്കും നമ്മൾ അവരായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഒരു മൂഡ് കിട്ടില്ല അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ചിക്കൻ കഴുകലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുള്ളിയപ്പുറത്തുനിന്ന് എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. ചിക്കൻ എന്തോ മുളക് പൊടിയൊന്നും ഇടാണ്ട് ഒരു ചെറിയൊരു എന്തൊക്കെ ആക്കണമെന്നൊക്കെ പറയണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ചിക്കനൊക്കെ കഴുകി ഉള്ളിയൊക്കെ ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബാക്കി അവിടെ വാട്ടൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഷർട്ട് ഇടാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും കാണിച്ചാൽ എൻ്റെ തല ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട്. പുള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി വിചാരിച്ച് ഞാനിനി എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ നിന്നിട്ടില്ല. ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാം, കറി മാത്രം എടുക്കാം എന്ന് വിചാരിച്ചു. ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും കാണാനൊന്നും ഇല്ല, എന്നാലും ചുമ്മാ വെറുതെ ഞാനൊരു രസത്തിന് എടുത്താട്ടെ. ഇത് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല. ചൂടാക്കി എന്താണെന്ന് വെച്ചാൽ ഒരു വെളുത്തുള്ളി ആട്ടാ. പുള്ളി ഗ്യാസിൻ്റെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒരു വെളുത്തുള്ളി എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അങ്ങനെ അറിയപ്പോൾ പോവാട്ടെ, എന്നോട് പിണങ്ങി പോവുകയാണ്. പിണങ്ങി പോകുന്നതല്ല, പുള്ളിക്ക് അറിയാം ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കും. പിന്നെ ഇവൾ എന്നെ ഷർട്ടില്ലാണ്ടൊക്കെ കാണിച്ച് എന്തായാലും നാണം കെടുത്തും എന്ന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് മെല്ലെ പോയിട്ട് ഷർട്ടൊക്കെ ഇട്ട് വന്നു കേട്ടാ. ഇതാണ് സംഭവം. കാണിച്ചിട്ട് വേണ്ടേ കാണിക്കണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങളെ മൗനത്തിലുള്ള ഞങ്ങളെ വ്ളോഗിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ഒന്നല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും സ്ക്രിപ്റ്റൊന്നും ആക്കാനൊന്നും ആക്കുകയില്ല. ഇതൊക്കെ ഒറിജിനലായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ ഒരു പിണക്ക വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അത് കുറേ ആളുകൾ എന്നോട് പറഞ്ഞു കേട്ടോ, ഭയങ്കര രസമായിരുന്നു നിങ്ങളെ പിണക്കത്തിൻ്റെ വീഡിയോ എല്ലാം കാണാമെന്ന്. എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം പിണങ്ങിയും മനഃപൂർവ്വം നിൽക്കുന്നതല്ല, ഒറിജിനലായിട്ട് ഇതുള്ളതാണ്. ഇതൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസം നമുക്ക് കണ്ടന്റിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. കാരണം
നമ്മൾ ഡെയിലി എത്ര പ്രാവശ്യം അടി കൂടുന്നുണ്ടല്ലേ, അതൊക്കെ എടുത്തിടാമല്ലോ. പിന്നെ ഇത് വെറുതെ ഒരു തമാശക്ക് ഞാൻ അങ്ങനെ എടുത്താട്ടെ. കാര്യം വലിയ കാര്യമല്ലാത്തൊരു പിണക്കായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോഴേക്കും എന്താ ഇവിടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ വാടുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂല് തൂക്കാനുള്ളൊരു സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഞാനന്ന് വീട്ടിൽ പോയപ്പോൾ അവർക്ക് അവിടെ കിട്ടിയെന്ന് ഞാൻ എടുത്തിട്ട് വന്ന കേട്ടോ, വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ അത് തൂക്കിതാ ഇവിടെ നല്ല ബന്ധാക്കി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടാ. ഇനി എൻ്റെ അമ്മ വന്നാൽ പറയില്ല, തൂക്കി മറ്റേ ചൂലെടുത്തിട്ട് ഇങ്ങനെ ഇട്ടുന്നു. ആ സമയം കൊണ്ട് നമ്മളെ ചിക്കനിലേക്ക് ഇതേ മസാലപ്പൊടി അങ്ങനെ മല്ലിയിലയും മസാലകളും എല്ലാം അങ്ങോട്ട് കയറിയിട്ടാ. പിന്നെ അതിൻ്റെ പുറകെ കാളൻ വന്നു ഓലൻ വന്നു എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ചിക്കനും അങ്ങോട്ട് തട്ടി. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഇനി നമ്മളെ ചിക്കൻ ഇനി വേഗേ വേണ്ടു. അതൊക്കെ മൂടി വെച്ചിട്ട് അവയപ്പം ഇങ്ങനെ ഒരു നടത്തമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഇങ്ങനെ പിണക്കം ഇങ്ങനെ മാറി മാറി വരിക കേട്ടോ. മെല്ലെ മെല്ലെ അടുത്തെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും കയറി തട്ടുമ്പോൾ കയറി കുത്തിയിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ പരിപാടി കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ നമ്മളെ ചിക്കനും കൂടെ ആയതിന് ശേഷം എനിക്ക് ഉപ്പ് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ് ലേശം കുറവാണോ എന്നൊരു സംശയം. എന്തിനും കൊള്ളൂല ചൂടാക്കണേ. മനപ്പൂർവ്വം ചെയ്താണത്. ഉപ്പറുണ്ടാ തന്നാൽ ചിക്കൻ കറിയിൽ ഒരു വരയ്ക്കാൻ വേണ്ട, മുളക് പൊടി വേണ്ട, ഒരു ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് ഒരു അര സ്പൂൺ ചിക്കൻ മസാലയും അര സ്പൂൺ മഞ്ഞപ്പൊടി, കുരുമുളക്, കുറച്ച് പച്ചമുളക്, ഇഞ്ചി ഏലോ ഇഞ്ചിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റ്. എങ്ങനെയുണ്ട്? അതിന് അവരവരുണ്ടാക്കുമ്പോൾ ഭയങ്കര കഴിക്കാമല്ലോ. രാവിലെ നമ്മൾ ഗ്രീൻ കറി പോലെ പുളി അവരുടെ തന്നെയല്ലേ വെച്ചത്. ഇത് ഉപ്പിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കുവോ? ഇപ്പൊ ചിക്കൻ കറിയിൽ മസാല ഒന്നും വേണ്ടെന്നാണ്. കുരുമുളക് പൊടിയില്ല. ശരിയാ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്തായാലും നമ്മുടെ ചിക്കൻ കറി പൂർത്തിയായിരിക്കും. അങ്ങനെ മണമൊക്കെ വലിച്ചു കയറ്റി ഞാനും അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ കറി എടുത്ത് വായിലോട്ട് വെച്ചിട്ട് അവയപ്പോൾ പറയുന്നുണ്ട് നല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനും അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. സംഭവം അടാറ് സാധനം തന്നെ, പക്ഷേ ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഗ്രീൻ പീസ് കറിനെ അധിക്ഷേപിച്ചതല്ലേ. അതുകൊണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും ആക്കുമ്പോൾ ഇവർക്കൊക്കെ എന്തെല്ലാം കുറ്റങ്ങളായിരിക്കും അല്ലേ. അപ്പം നമ്മളും അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിക്കരുത്. പക്ഷെ നല്ല സുഖമായിട്ടാണ്, ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ കൊള്ളൂല എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു രസം എനിക്കിന്ന് മനസ്സിലായി. കാരണം സമ്മതിച്ചു കൊടുക്കരുതല്ല. ഇവരൊക്കെ അങ്ങനെയല്ലേ പറയില്ലേ, നമ്മളെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആക്കുമ്പം പാട് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ആക്ഷേപിച്ചളയും. എത്ര കഷ്ടപ്പാടുണ്ടല്ലേ എന്ത് കറി വെക്കണതിൻ്റെ പിന്നിൽ. അപ്പോൾ എന്തായാലും ഞാനിതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഇതാ ചെമ്മീൻ. അത് ഒഴിവാക്കിയിട്ട് എനിക്കൊരു പരിപാടി ഇല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് എന്ത് വെച്ചാലും എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ചെമ്മീൻ അത് കൂട്ടിയിട്ട് ഞാൻ ഒരു ഉരുള ഞാൻ അങ്ങോട്ട് ആദ്യം തന്നെ പിടിച്ചങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ നമ്മളെ ചിക്കൻ കറി കേട്ടോ. ചിക്കൻ കറി നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി അങ്ങാട് ഒരു പിടിയും കൂടി പിടിച്ചു. അപ്പം അങ്ങനെ എൻ്റെ ഉച്ചയൂണും ഞാനിത് അവിടെ കഴിഞ്ഞ്. അപ്പോൾ നേരത്തെ ചോറുണ്ട്, ഞാൻ കുറച്ച് വൈകിട്ടാണ് ചോറിൻ്റെ വന്നത്. അപ്പോൾ ഇതാ ഒരു ഉരുള ഇങ്ങനെ ഉണ്ട പിടിച്ച് വായിലോട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗും ഇതാ ഇവിടെ കഴിയാണ്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.